أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്നേഹവാത്സല്യങ്ങളെയും ഉദാരതയെയും ദാനധർമ്മങ്ങളെയും കുറിച്ചുള്ള ചില സംഭവങ്ങൾ ഞാനിവിടെ സമർപ്പിക്കാം. ഹദ്രത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബി ഇർഫാനി എഴുതുന്നു, അദ്ദേഹത്തിൻ്റെ ദാനശീലം ഒരു അതിരുകളില്ലാത്ത കടലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ മുത്തുകൾ വർഷിക്കുന്ന മേഘമായിരുന്നു. അത് വർഷിക്കുകയും നനച്ച് കൊണ്ടേയിരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ പരമ്പര റമദാൻ മാസത്തിൽ വളരെ വർദ്ധിക്കാറുണ്ടായിരുന്നു. ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യക്കാർക്ക് രഹസ്യമായ മാർഗങ്ങളിലൂടെ നൽകിക്കൊണ്ടിരുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ മറ്റൊരാൾക്ക് നൽകുന്നതിൽ അദ്ദേഹത്തിന് ഒരിക്കലും മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. നിയോഗത്തിനും ദൗത്യത്തിനും മുമ്പും ഇത് അദ്ദേഹത്തിൻ്റെ അവസ്ഥയിൽ പ്രകടമായിരുന്നു. ഉദാഹരണത്തിന് മിയ ഗഫാറ സാഹിബ്, അബ്ദുൽ ഗഫാർ കശ്മീരി സാഹിബ് ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ഉപകാരങ്ങളെയും ദയയെയും കുറിച്ച് സ്മരിച്ചുകൊണ്ട് വിവരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നപ്പോൾ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ സഹായിക്കാനായി 2 വിലപിടിപ്പുള്ള ആഭരണങ്ങൾ നൽകി. ഇത് അദ്ദേഹത്തിൻ്റെ നിയോഗത്തിനു മുമ്പുള്ള കാലത്തെ കാര്യമാണ്. അന്ന് അദ്ദേഹം ഒരു ഏകാന്തവാസിയെ പോലെ ജീവിതം നയിക്കുകയായിരുന്നു. ഹദരത്ത് ഷെയ്ഖ് സാഹിബ് ഇർഫാനി സാഹിബ് എഴുതുന്നു, ഇതൊരു ഒറ്റപ്പെട്ട ഉദാഹരണമോ സംഭവമോ അല്ല. ഇതുപോലെയുള്ള മറ്റു ധാരാളം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ട് അവിടുന്ന് നൽകാതിരുന്ന ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യം മനസ്സിലാക്കി അയാൾ ചോദിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യാതെ തന്നെ സഹായിക്കാതിരുന്നിട്ടില്ല. അദ്ദേഹം ഉദാരൻ്റെ പുത്രനും ഉദാരൻ്റെ പൗത്രനുമായിരുന്നു. പിതാക്കളും പിതാമഹന്മാരും ഒക്കെ തന്നെ ഔദാര്യം ചെയ്യുന്നവരായിരുന്നു മസീഹ് ഇസ്ലാമിൻ്റെത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഹസ്രത്ത് ബഷീർ ഭട്ടി സാഹിബിൻ്റെ മാതാവ് പ്രസ്താവിക്കുന്നു, ഒരിക്കൽ ഹസ്രത്ത് അമീറുൽ മോമിനീൻ ഖലീഫത്തുൽ മസീഹ് അസാനി രണ്ടാമൻ ഹസ്രത്ത് മിർസ മഹ്മൂദ് അഹമ്മദ് സാഹിബിൻ്റെ വിവാഹവേളയിൽ ഒരു പാണസ്ത്രീ മൃദംഗവുമായി ഹുസൂറിൻ്റെ വീട്ടിൽ വരികയും അത് വായിക്കാൻ ഢോല് കൊട്ടാൻ തുടങ്ങുകയും ചെയ്തു. വിവാഹാവസരമായതുകൊണ്ട് എന്തെങ്കിലും ലഭിക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അവിടെ സാധാരണയായി അതൊരു രീതിയാണ്. ഹുസൂർ ആ ഢോലിൻ്റെ ശബ്ദം, മൃദംഗത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കുകയും ഇത് വായിക്കരുത് എന്ന് പറയണമെന്നും അത് നിർത്തണമെന്നും അവൾ ചോദിക്കുന്നതെന്തോ അവൾക്ക് നൽകണമെന്നും നിർദ്ദേശിച്ചു. അങ്ങനെ അവൾക്ക് 4-5 രൂപ നൽകി. എന്നിട്ട് അവൾ പറഞ്ഞു, തണുപ്പ് കാലമാണ്, എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പുതപ്പും അതിൽ രസായും അവൾക്ക് വാങ്ങി നൽകി. എന്നിട്ട് മൃദംഗം വായിക്കുന്നത് വിലക്കി. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പ്രസ്താവിക്കുന്നു, ആദ്യമായി അദ്ദേഹത്തിന് പ്രത്യേകതരം വസ്ത്രങ്ങളോടൊന്നും തന്നെ കമ്പമില്ലായിരുന്നു, താല്പര്യമില്ലായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാന നാളുകളിൽ കുറച്ച് വർഷങ്ങളിൽ അദ്ദേഹത്തിന് ധാരാളം ലളിതമായ വസ്ത്രങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോട്ട്, വാസ്കോട്ട്, പജാമ, കുപ്പായം തുടങ്ങിയവ.
മിക്കവാറും ഷെയ്ഖ് റഹ്മത്തുള്ള സാബ് ലാഹോരി എല്ലാ ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും അത് കൂടെ കൊണ്ടുവരുമായിരുന്നു. അദ്ദേഹം അതായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. എങ്കിലും അവ കൂടാതെ ചിലപ്പോൾ അദ്ദേഹം സ്വന്തമായും വസ്ത്രം തുന്നിക്കാറുണ്ടായിരുന്നു. തലപ്പാവും മിക്കവാറും അദ്ദേഹം തന്നെ വാങ്ങി കെട്ടാറാണ് പതിവ്. വസ്ത്രങ്ങൾ ലഭിക്കുന്നത് പോലെ തന്നെ അത് ചെലവായിക്കൊണ്ടിരുന്നു. അതായത് എല്ലായ്പ്പോഴും തബറുക്കായിട്ട് ബർക്കത്തിന് വേണ്ടി ആളുകൾ വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ചിലപ്പോൾ എന്തായി അവസ്ഥ മാറുമായിരുന്നെന്നാൽ അദ്ദേഹം ഒരു വസ്ത്രം തബറുക്കായി നൽകിയാൽ ഉടൻ തന്നെ മറ്റൊന്ന് തുന്നി ധരിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ വസ്ത്രം അത്ര ദുർലഭമായ സമയത്ത് പോലും തബറുക്കായി നൽകിയിരുന്നു. ചില ബുദ്ധിമാന്മാർ ഇങ്ങനെയും ചെയ്യാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സ്വന്തം ഒരു വസ്ത്രം അയച്ചു കൊടുത്തു, എന്നിട്ട് പറയും ഹുസൂർ ഉപയോഗിച്ച വസ്ത്രം തബറുക്കായി നൽകണം എന്നവർ അഭ്യർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഹജരത്ത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാബ് എഴുതുന്നു, ഹജരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, എൻ്റെ അടുക്കൽ ഒരു ചെറിയ ഹമായിൽ, അതായത് ചെറിയ ഖുറാൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ലിപി വളരെ വ്യക്തമായിരുന്നു. അത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഒരാൾ അത് ചോദിച്ചപ്പോൾ എനിക്ക് അത് വെറും കൈയോട് മടക്കണ്ട എന്ന് കരുതി ഞാൻ അയാൾക്ക് നൽകി. ഖാദിയാനിലെ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായ ഹസരത്ത് ഖുറൈഷി ഷെയ്ഖ് മുഹമ്മദ് സാഹിബ് പറയുന്നു, ഒരിക്കൽ ഞാൻ ഹസരത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്നിധിയിൽ വിതരണത്തിനായി ധാരാളം മണി ഓർഡറുകളുമായി ചെന്നു. ആ തുക ഹുസൂർ അലൈഹി ഇസ്ലാമിന് നൽകിയ ശേഷം ഞാൻ നഗരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്കുള്ള ഡെലിവറിക്ക് വേണ്ടി പോയി. 4 മണിയോടടുത്ത് പോസ്റ്റ് ഓഫീസിൽ തിരിച്ചെത്തി. പോസ്റ്റ് മാസ്റ്റർക്ക് വിതരണം ചെയ്ത മണി ഓർഡറുകൾ തിരികെ നൽകുമ്പോൾ കണക്ക് നോക്കിയപ്പോൾ മനസ്സിലായത് ഞാൻ അബദ്ധത്തിൽ 6 രൂപ അധികം ആർക്കോ വിതരണം ചെയ്തു എന്ന്. എനിക്ക് വലിയ ആശങ്കയുണ്ടായി. കാരണം ഹുസൂർ അലൈഹി സ്വലാമിന് വിതരണം ചെയ്ത തുകയും വലിയ സംഖ്യയായിരുന്നു. അതുകൊണ്ട് പോസ്റ്റ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പേര് അല്ലാഹ് ദത്ത എന്നായിരുന്നു, അദ്ദേഹം ഒരു പക്ഷപാതമുള്ള ഒരു അനഹമ്മദിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ചെന്ന് മിർസ സാഹിബിനോട് ചോദിക്കുകയാണ് നല്ലത്. ഹുസൂർ അലൈഹി ഇസ്ലാമിനെ വീണ്ടും ചെന്ന് ബുദ്ധിമുട്ടിക്കാൻ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരുന്നില്ല. പോസ്റ്റ് മാസ്റ്റർ പറയുന്നു, ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് നിരന്തരമായ നിർബന്ധം, ഓഫീസ് പോസ്റ്റ് മാസ്റ്റർ പറഞ്ഞതുകൊണ്ട് പോസ്റ്റ്മാൻ നിർബന്ധം കാരണം ഞാൻ ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ സന്നിധിയിലെത്തി അപേക്ഷിച്ചു. ഹുസൂർ, ഇന്ന് ഞാൻ അബദ്ധത്തിൽ എവിടെയോ 6 രൂപ അധികം വിതരണം ചെയ്തു പോയി. ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, മിയാ, എനിക്ക് എത്ര തുകയാണ് ലഭിച്ചതെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ അതിൽ നിന്ന് കുറച്ച് ചെലവാക്കുകയും ചെയ്തു, ആളുകൾക്ക് നൽകുകയും ചെയ്തു. എന്നാലും സാരമില്ല, താങ്കൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. ഞാൻ ഈ തുക താങ്കൾക്ക് നൽകി. എന്നാൽ ഭാവിയിൽ ശ്രദ്ധയോടെ ജോലി ചെയ്യണം. കാരണം താങ്കൾ പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ്. ഈ സംഭവത്തിൽ നിന്ന് ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ സൽസ്വഭാവം, ഉദാരത, ദീനാനുകമ്പ, ദരിദ്രരോടുള്ള കരുതൽ എന്നിവ മനസ്സിലാക്കാം. ഹസരത്ത് മീർ മെഹദി ഹുസൈൻ സാബ് പ്രസ്താവിക്കുന്ന, ഒരിക്കൽ മൗലവി മുഹമ്മദ് ആസൻ സാബ് എന്നോട് ചഷ്മയെ മസി എന്ന മസീഹ് ഇസ്ലാമിൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പതിപ്പ് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ സർക്കാർ ആവശ്യപ്പെടാറുള്ളത് കൊണ്ട് ഇത്രയും പതിപ്പുകൾ ഓഫീസിൽ സൂക്ഷിക്കേണ്ടി വെക്കേണ്ടതുണ്ട്, ഓഫീസ് കോപ്പിയായി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഹസരത്ത് സാഹിബ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് നൽകാൻ ഇപ്പോൾ അധികമായ ഒരു പതിപ്പും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസരത്ത് സാഹിബിൻ്റെ അനുവാദം വാങ്ങി താങ്കൾക്ക് വാങ്ങിക്കാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ മൗലവി സാഹിബ് ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ സന്നിധിയിൽ എഴുതി. കത്തിൻ്റെ സംഗ്രഹം ഉള്ളടക്കം ഇതായിരുന്നു: ചഷ്മ മസീൻ്റെ 20 പതിപ്പുകൾ മാത്രം ഓഫീസിൽ ബാക്കിയുള്ളൂ. എനിക്കൊരു പതിപ്പ് ആവശ്യമുണ്ട്. കുഴപ്പമില്ലെങ്കിൽ ഒരു പതിപ്പ് എനിക്ക് തന്നരുളണം. ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ ഒരു പതിപ്പ് എടുത്തുകൊള്ളുക. അങ്ങനെ അതിൽ തന്നെ കുറിപ്പ് എഴുതിയിട്ട് മസീഹ് ഇസ്ലാം ഒപ്പിട്ട് നൽകി. ഇവിടെ സ്വഹാബികളുടെ സത്യസന്ധതയും മനസ്സിലാക്കാം. ഇത്ര പതിപ്പുകളുണ്ട് എന്ന് പറഞ്ഞു വ്യക്തമാക്കി. ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓഫീസിൽ ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അനുവാദം വാങ്ങിക്കുകയാണെങ്കിൽ ലഭിക്കുമെന്നും അറിയിക്കുകയുണ്ടായി. ഇതായിരുന്നു അവരുടെ സത്യസന്ധതയുടെ നിലവാരം. ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ ഔദാര്യവും ഇവിടെ വെളിപ്പെടുന്നു. എങ്കിലും അവർ അത് റിസർവ് വെച്ചതായിരുന്നു, എപ്പോഴെങ്കിലും ആവശ്യം വരാമെന്ന് കരുതി. എന്നാൽ ആവശ്യക്കാരൻ്റെ ചോദ്യം മസീഹ് ഇസ്ലാം നിരസിച്ചില്ല, തള്ളിക്കളഞ്ഞില്ല. ഹദരത്ത് അഖ്ദസ് അലി ഇസ്ലാമിൻ്റെ അടുക്കൽ ചിലപ്പോൾ പണ്ഡിറ്റ് മോഹൻലാൽ, അദ്ദേഹം അന്നൊരു അറിയപ്പെട്ട ബുദ്ധിമാനായ യുവാവായിരുന്നു. ലേഖ്റാം സാഹിബിൻ്റെ കുറിപ്പുകളൊക്കെ കൊണ്ട് പോകുന്ന വ്യക്തിയായിരുന്നു. മസീഹ് ഇസ്ലാമിൻ്റെ അടുത്ത് പോകാറുണ്ടായിരുന്നു.
ഹജരത് മസീഹ് ഇസ്ലാമിന്റെ കുടുംബവുമായി പണ്ഡിറ്റ് മോഹൻലാലിന്റെ കുടുംബത്തിന് ചിരകാല ബന്ധമുണ്ടായിരുന്നു. ഹജരത് അഖ്ദസ് പണ്ഡിറ്റ് മോഹൻലാൽ സാഹിബിനും അദ്ദേഹം പോകുമ്പോൾ വെറും കൈയോടെ വിടില്ലായിരുന്നു. എന്തെങ്കിലും സമ്മാനം നിർബന്ധമായും നൽകുമായിരുന്നു. ഫ്രൂട്ട്സോ പഴങ്ങളോ അല്ലെങ്കിൽ നല്ല ശർക്കരയോ, ആ പ്രത്യേക വിശിഷ്ടമായി കണക്കാക്കപ്പെട്ടിരുന്ന ശർക്കരയായിരിക്കും പ്രത്യേക സമ്മാനമായി നൽകിയിരുന്നത്. പണ്ഡിറ്റ് മോഹൻലാലിന് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഷെയ്ഖ് യാക്കൂബ് അലി സാബ് പറയുന്നത് എനിക്കും കുടുംബ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹവുമായിട്ട്. അക്കാലത്തെ സംഭവങ്ങൾ എന്നോട് ആവർത്തിക്കുമ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഹസരത് സാഹിബ്, അദ്ദേഹം മസീഹ് ഇസ്ലാം വലിയ ദയ കാണിക്കാറുണ്ട്. എപ്പോഴും സുസ്മേരവദനായിട്ടാണ് എന്നെ കണ്ടിരുന്നത്. ചിരിച്ചുകൊണ്ടായിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. ഒരിക്കലും വെറും കൈയോടെ മടങ്ങാൻ സമ്മതിക്കില്ലായിരുന്നു. ഒരിക്കലും ഹസരത് സാഹിബ് എനിക്ക് വളരെ നല്ല മുന്തിയിനം ആപ്പിളുകൾ നൽകി. ഞാൻ അത് കൊണ്ടുപോയപ്പോൾ പണ്ഡിറ്റ് ലേഖറാമും പതിവായി ഞാൻ തിരിച്ചെത്തുമ്പോൾ എന്നോട് എന്തായാലും ചോദിക്കും, എന്താണ് കൊണ്ടുവന്നത് ഇന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്യാഗ്രഹത്തോടെ അയാൾ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങ് തായോ, ഞാനും കൂടി കഴിക്കട്ടെ. പണ്ഡിറ്റ് മോഹൻലാൽ പറയുന്നു, ഞാൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ശത്രുവിൻ്റെ വീട്ടിലെ സാധനം താങ്കൾക്ക് കഴിക്കാൻ പാടില്ല. താങ്കൾ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ വലിയ ശത്രുവാണല്ലോ, മോശമായി സംസാരിക്കുന്ന വ്യക്തിയാണല്ലോ, പിന്നെ എന്തിനാണ് താങ്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് സാധനം ചോദിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ആപ്പിൾ തട്ടിപ്പറിച്ച് കഴിക്കാൻ തുടങ്ങി. അത് പിടിച്ചു വാങ്ങി കഴിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ എപ്പോഴും ഹദരത്ത് സാഹിബിൽ നിന്നും സ്നേഹവും ദയാവാത്സല്യങ്ങളും മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു. ഹദരത്ത് മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് വിവരിക്കുന്നു, മസീഹ് ഇസ്ലാമിൻ്റെ അടുക്കൽ കസ്തൂരി എപ്പോഴും സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ സൂചിപ്പിച്ചു, ഹുസൂർ, എനിക്ക് കസ്തൂരി വേണം. ഹുസൂർ എൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ പെട്ടി നീട്ടി കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, എത്ര വേണമെങ്കിലും എടുത്തോളൂ. ഞാൻ അതിൽ നിന്ന് അല്പം എടുത്തു. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊന്നുമല്ലല്ലോ, 1.5 തോലയോളം, കുറച്ച് തൂക്കത്തോളം കസ്തൂരി ഹുസൂർ അലൈഹി ഇസ്ലാം എനിക്ക് നൽകി. കസ്തൂരി വളരെ വിലപിടിപ്പുള്ള വസ്തുവാണ്. ഇന്നും അത് വിലപിടിപ്പുള്ളതാണ്. മരുന്നുകളിലും മറ്റും ഉപയോഗിക്കുന്ന വസ്തുവാണ്. എന്നാൽ ഒരു വസ്തു വിലപിടിപ്പുള്ളതാണെന്നതിൽ ഹുസൂർ അലൈഹി ഇസ്ലാമിന് നോട്ടമുണ്ടായിരുന്നില്ല. സ്വന്തം സ്വഭാവത്തിൻ്റെയും ഔന്നത്യം കാണിക്കുകയായിരുന്നു അവിടുന്ന് ചെയ്തത്. ഉന്നത ധാർമ്മിക ഗുണം ആണ് മസീഹ് ഇസ്ലാം കാഴ്ചവെച്ചത്. സുഹൃത്തുക്കളോടുള്ള അനുകമ്പയും ദാനശീലവും വെളിപ്പെടുത്തുന്ന ഒരു സംഭവം ഹക്കീം മുഫ്തി ഫസലുർ റഹ്മാൻ സാബ് ഇപ്രകാരം പ്രസ്താവിക്കുന്നു. അദ്ദേഹം പറയുന്നു, എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുട്ടി ജനിച്ചു. 7-ാം ദിവസം മഗ്‌രിബിന് ശേഷം അവൾക്ക് തശന്നുജ്, ഒരു അപസ്മാരത്തിൻ്റെ വകഭേദം കണ്ടു തുടങ്ങി. ആ ദിവസങ്ങളിൽ ഈ രോഗം പടർന്നിരുന്നതിനാൽ അക്കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ടായിരുന്നു. മഗ്‌രിബിന് ശേഷം ഞാൻ വേഗത്തിൽ ഹദരത്ത് സാഹിബിൻ്റെ സന്നിധിയിൽ ചെന്നു. എൻ്റെ ഭാര്യയുടെ അവസ്ഥ ഇതാണെന്ന് ബോധിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ അപകടകരമായ രോഗത്തിൻ്റെ തുടക്കമാണ്. താങ്കൾ ഉടൻ തന്നെ അവൾക്ക് 10 റത്തി 10 ഗ്രാം കായം കൊടുക്കുക. കായം എന്ന മരുന്ന് നിർദ്ദേശിച്ചു. എന്നിട്ട് 1.5 മണിക്കൂറിന് ശേഷം എന്നോട് വന്ന് വിവരം പറയിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഇശാ നമസ്കാരത്തിന് ശേഷം വീണ്ടും ഹാജരായി. രോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ബോധിപ്പിച്ചു. കുറയുന്നതിന് പകരം രോഗം കൂടിയിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, 10 ഗ്രാം ക്വിനൈൻ, അതായത് ജ്വരഹരി നൽകുക. 1 മണിക്കൂറിന് ശേഷം വീണ്ടും എന്നോട് വന്ന് വിവരം പറയുക. ഞാൻ ഉറങ്ങിപ്പോയി എന്ന് കരുതേണ്ട കാര്യമില്ല. മടിക്കാതെ പുരുഷന്മാർ കയറുന്ന പടികളിൽ നിന്ന് എന്നെ വിളിക്കണം. 1 മണിക്കൂറിന് ശേഷം ഞാൻ വീണ്ടും ചെന്ന് യാതൊരു ആശ്വാസവും ലഭിച്ചില്ല എന്ന് ബോധിപ്പിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇനി 10 റത്തി കസ്തൂരി കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഹുസൂർ, ഈ സമയത്ത് ഞാൻ എവിടെ നിന്ന് കസ്തൂരി കൊണ്ടുവരാനാണ്? ഹുസൂർ അലൈഹി ഇസ്ലാം ഒരു കൈപ്പിടി കൈവെള്ളം നിറച്ചും കസ്തൂരി എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു, ഇത് 10 ഗ്രാം കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് കൂടുതലാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടുത്തോളൂ, പിന്നീട് ഉപകരിക്കും. ഞാനത് വാങ്ങി 10 ഗ്രാം രോഗിണിക്ക് നൽകി, ബാക്കി സൂക്ഷിച്ചു. 1 മണിക്കൂറിന് ശേഷം വീണ്ടും ചെന്ന് പറഞ്ഞു, രോഗം വളരെയധികം വർദ്ധിച്ചു. അവിടുന്ന് പറഞ്ഞു, ഇപ്പോൾ 10 തോല കാസ്റ്റർ ഓയിൽ നൽകുക. വിവിധ മരുന്നുകൾ അങ്ങനെ മാറ്റി മാറ്റി നിർദ്ദേശിച്ചുകൊണ്ടിരുന്നു. ഞാൻ വന്ന് 10 തോല കാസ്റ്റർ ഓയിൽ നൽകി. അതിനുശേഷം അവൾക്ക് കഠിനമായി ഛർദി ഉണ്ടായി. ഈ രോഗത്തിൽ ഛർദി അവസാനത്തെ ഘട്ടമാണ്. ഛർദിച്ചതിന് ശേഷം അവളുടെ ശ്വാസം മുട്ടി, കഴുത്ത് പിന്നിലേക്ക് വലിഞ്ഞു, കണ്ണുകളിൽ ഇരുട്ട് കയറി, നാവ് വായിൽ കുടുങ്ങി. ഞാൻ വീണ്ടും ഓടി പടികൾ കയറി. ഹുസൂർ എൻ്റെ ശബ്ദം കേട്ട്
വാതിൽ തുറന്ന് ചോദിച്ചു, എന്തു പറ്റി, എല്ലാം സുഖമല്ലേ? ഞാൻ ബോധിപ്പിച്ചു, ഇപ്പോൾ വളരെ അവസ്ഥ സങ്കീർണമായിരിക്കുന്നു, ക്രിട്ടിക്കലായിരിക്കുന്നു, ശ്വാസം മുട്ടിയിരിക്കുന്നു, കഴുത്ത് വലിഞ്ഞിരിക്കുന്നു. എജൈറ്റിസ് എന്ന് പറയുന്ന ഒരു തഷന്നുജിന്റെ രോഗത്തിന്റെ അവസ്ഥയാണിത്. കണ്ണുകളിൽ വെളിച്ചമില്ല, നാക്ക് കുടുങ്ങിയിരിക്കുന്നു. ഹദരത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞു, ലോകത്തുള്ള എല്ലാ ആയുധങ്ങളും നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു, ഇനി ഒരു ആയുധം മാത്രമേ ബാക്കിയുള്ളൂ, അത് ദുആയാണ്. താങ്കൾ പോകൂ, അവർക്ക് സുഖം ലഭിക്കുന്നതുവരെ ഞാൻ ദുആയിൽ നിന്നും തല പോക്കുന്നതല്ല. എന്ത് വാത്സല്യമാണെന്ന് നോക്കുക. അപ്പോൾ ഞാൻ ഇത് കേട്ട് തിരികെ മടങ്ങി ഭാര്യയോട് പറഞ്ഞു, ഇനി നിനക്ക് എന്തിൻ്റെ പേടിയാണുള്ളത്? ഇനി ഇക്കാര്യം മേലുദ്യോഗസ്ഥൻ, അത് മസീഹ് ഇസ്ലാം നേരിട്ട് ഏറ്റെടുത്തിരിക്കുന്നു. ആ സമയം രാത്രി 2 മണിയായിരുന്നു. ഞാൻ വീട്ടിലെത്തി. രോഗിയെ ആ അവസ്ഥയിൽ തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു മുറിയിൽ കട്ടിലിൽ കിടന്നുറങ്ങി. കാരണം ഹദരത്ത് മസീഹ് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി പ്രാർത്ഥിക്കുമെന്ന്. അപ്പോൾ പിന്നെ എനിക്ക് എന്ത് ജോലി? രാവിലെ എന്തോ പാത്രം അനങ്ങുന്ന ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. നോക്കുമ്പോൾ എൻ്റെ ഭാര്യ കട്ടിലിൻ്റെ ചുവട്ടിൽ ചില പാത്രങ്ങൾ അടുക്കി വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? അവൾ പറഞ്ഞു, താങ്കൾ കിടന്നുറങ്ങുകയായിരുന്നല്ലോ. 2 മണിക്കൂറിന് ശേഷം തന്നെ അള്ളാഹു എനിക്ക് ഫضل ചെയ്ത്, അള്ളാഹുവിൻ്റെ ഫضل ഉണ്ടായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സംഭവത്തിൽ നിന്ന് സുഹൃത്തുക്കളോടുള്ള മസീഹ് ഇസ്ലാമിൻ്റെ അനുകമ്പയും സഹതാപവും അതുപോലെ ദാനശീലവും, ഈ 2 കാര്യങ്ങളുടെയും ഉന്നതമായ നിലവാരം കാണാൻ സാധിക്കുന്നതാണ്. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി എഴുതുന്നു, കാദിയാനിൽ നിഹാൽ സിംഗ് എന്നു പേരുള്ള ഒരു ബാങ്കുറു ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിശൂന്യനായ ഒരു ജട്ടുണ്ടായിരുന്നു. അയാൾ യൗവനകാലത്ത് തൻ്റെ യൗവനത്തിൽ ഒരു സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് പെൻഷൻ ലഭിക്കാറുണ്ടായിരുന്നു. അവൻ്റെ വീട് ജനാബ് ഖാൻ ബഹാദൂർ മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബിൻ്റെ ദിവാൻ ഖാനയോട് ചേർന്ന്, മതിലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്തിരുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ അഹമ്മദിയത്തിൻ്റെ വലിയ ശത്രുവായിരുന്നു അയാൾ. അയാളുടെ പ്രകോപനത്തിലാണ് ഹദരത്ത് ഹക്കീമത്തുൽ ഉമ്മത്ത് ഹദരത്ത് ഖലീഫ നൂറുദ്ദീൻ, ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ, അതുപോലെ മറ്റ് ചില അഹമ്മദികൾ എന്നിവർക്കെതിരെ അപകടകരമായ ഒരു വ്യാജ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യപ്പെട്ടത്. എപ്പോഴും അയാൾ മറ്റാളുകളുമായി ചേർന്ന് അഹമ്മദികളെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു. അസഭ്യം പുലമ്പുക അയാളുടെ പതിവായിരുന്നു. ഈ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ തന്നെ അവൻ്റെ സഹോദരപുത്രൻ സാന്താ സിംഗിൻ്റെ ഭാര്യയ്ക്ക് കസ്തൂരിയുടെ ആവശ്യം നേരിട്ടു. മറ്റൊരു സ്ഥലത്തും കസ്തൂരി ലഭിക്കാനില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഇത് വളരെ വിലപിടിപ്പുള്ള വസ്തുവുമായിരുന്നു. ആ അവസ്ഥയിൽ അയാൾ ഹദരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ പടിവാതിൽക്കൽ ചെന്ന് കസ്തൂരി ആവശ്യപ്പെട്ടു. ശത്രുവായിരുന്ന ആ വ്യക്തി വിളിച്ചപ്പോൾ തന്നെ ഹദരത്ത് മസീഹ് ഇസ്ലാം ഉടൻ തന്നെ പുറത്തേക്ക് വന്നു. അവനെ ഒട്ടും അവിടെ കാത്തു നിർത്തിയിട്ടില്ല. അവൻ്റെ ആവശ്യം കേട്ടുടൻ തന്നെ ഉള്ളിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞു, നിൽക്കൂ, ഞാൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. അങ്ങനെ അവിടുന്ന് 1/2 തോലയോളം കൊണ്ടുവന്ന് അവൻ്റെ കൈവശം നൽകി. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് എഴുതുന്നു, ഈ നാട്ടിൽ പ്ലേഗ് പടർന്നപ്പോൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള വെളിപാടിൻ്റെയും അതുപോലെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ഹദരത്ത് മസീഹ് ഇസ്ലാം ഒരു മരുന്ന് തയ്യാറാക്കാൻ തുടങ്ങി. മസീഹ് ഇസ്ലാം അതിനെ തിരിയാക്കി ഇലാഹി എന്ന് പേരിട്ടു, അള്ളാഹുവിൻ്റെ അമൃത് എന്ന്. ആ മരുന്നിന് നിശ്ചയിച്ച ഒരു കൂട്ടുമരുന്ന് ഇല്ലായിരുന്നു. അപ്പോൾ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. മറിച്ച് ദിവ്യ വെളിപാട് പ്രകാരം ഓരോ ഘടകങ്ങളും അദ്ദേഹം ശേഖരിക്കുകയായിരുന്നു. വൈദ്യശാസ്ത്രത്തിലെ സാധാരണ തത്വങ്ങളെ അദ്ദേഹം പരിഗണിച്ചിരുന്നില്ല. ചേരുവകളുടെ തൂക്കവും അളവും ആ ദൈവികമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. എങ്ങനെയാണ് ലഭിച്ചത് അത്രയും അദ്ദേഹം ചേർത്തുകൊണ്ടിരുന്നു. ഈ മരുന്നിൽ 1000 രൂപയുടെ രത്നങ്ങളും വിലപിടിപ്പുള്ള ധാരാളം മരുന്നുകളും ചേർത്തിരുന്നു. ഈ മരുന്ന് തയ്യാറായപ്പോൾ മസീഹ് ഇസ്ലാം വളരെ ഉദാരമായി അത് വിതരണം ചെയ്തുകൊണ്ടിരുന്നു. ആരിൽ നിന്നും ഒരു തരി പോലും, അതായത് ഒരു അണു പോലും പണമോ എന്തെങ്കിലും പ്രത്യുപകാരമോ സ്വീകരിച്ചില്ല. മറിച്ച് വിദേശത്തു നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്നും ആവശ്യപ്പെട്ടവർക്ക് സ്വന്തം ചെലവിൽ തന്നെ രജിസ്റ്റേർഡ് പാർസലായി അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഡോക്ടർ സാദിഖ് സാഹിബ് ഒരിക്കൽ പ്രസ്താവിച്ചു, ഒരാൾ 2-3 മാഷ തിരിയാക്ക് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് ധാരാളം അളവിൽ തന്നെ അത് ചെറിയ പെട്ടികളിലാക്കി രജിസ്റ്റർ ചെയ്ത് അയച്ചു കൊടുത്തു. ഇർഫാൻ സാബ് തന്നെ എഴുതുന്നു, ഞാനും അതിനുവേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ വളരെ വലിയ ഒരു അളവ് എനിക്കും നൽകി. തിരിയാക്കിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ ഈ രീതി ഉണ്ടായിരുന്നത്. മരുന്നുകളുടെ കാര്യത്തിൽ അത് ഹുസൂർ അലൈഹി ഇസ്ലാമിൻ്റെ മാതൃക തന്നെ ഇതായിരുന്നു. ചിലപ്പോൾ മുഴുവൻ കുപ്പിയും നൽകിയിരുന്നു, ചിലപ്പോൾ ഏറ്റവും വിലപിടിപ്പുള്ളതും ഉന്നത നിലവാരമുള്ളതുമായ കസ്തൂരി
തൻ്റെ കടുത്ത ശത്രുക്കൾക്ക് പോലും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സംഭവം തന്നെ ഇപ്പോൾ പരാമർശിച്ചു കഴിഞ്ഞു. ഹസരത്ത് ഷെയ്ഖ് മുഹമ്മദ് നസീം സാബ് പ്രസ്താവിക്കുന്ന, ഒരിക്കൽ ഞങ്ങൾക്ക് കസ്തൂരിയുടെ ആവശ്യം നേരിട്ടു. കാദ്യാനിൽ ആ ദിവസങ്ങളിൽ അത് ലഭിക്കുക അസാധ്യമായിരുന്നു. ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിൽ അപേക്ഷിച്ചു. അദ്ദേഹം ആവശ്യത്തിലധികം കനിഞ്ഞരുളി. മുൻഷി ജഫർ അഹമ്മദ് സാബ് കപൂർ തൽവി പ്രസ്താവിക്കുന്നു, ഒരു സുഹൃത്ത് കഠിനമായി അധ്വാനിച്ചും ധാരാളം പണം ചെലവഴിച്ചും ഒരാളിൽ നിന്ന് കുഷ്ത, അതായത് ഔഷധക്കൂട്ടിന്റെ നിർമ്മാണ രീതി കൈക്കലാക്കി അതുണ്ടാക്കി ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും അതിൻ്റെ ആ കുറിപ്പടിയും നൽകുകയും ചെയ്തു. മറ്റൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു അതിൻ്റെ കുറിപ്പടി ഒന്ന് കൈക്കലാക്കി തരണമെന്ന്. എന്നാൽ ആ സുഹൃത്ത് ആരോടും അത് പറയാറുണ്ടായിരുന്നില്ല, പങ്കുവെക്കാറുണ്ടായിരുന്നില്ല. ഞാൻ നേരിട്ട് ഹുസൂറിൻ്റെ സന്നിധിയിൽ ചെന്ന് അപേക്ഷിച്ചു, ഇന്ന സുഹൃത്ത് എനിക്കൊരു ഔഷധക്കൂട്ട്, ഇന്ന വ്യക്തിക്ക് താങ്കൾ ഒരു ഔഷധക്കൂട്ട് നൽകിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു ആ കുപ്പി അവിടെ ഇരിപ്പുണ്ട്, അതങ്ങ് എടുത്തോളൂ. ഞാൻ ചോദിച്ചു അതിൻ്റെ കുറിപ്പടി ഇൻഗ്രീഡിയൻസ് എന്താണ്? ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു അതും അവിടുത്തെ അതിനോടൊപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഔഷധക്കൂട്ടും കുറിപ്പടിയും കൂടെ എടുത്തു വരികയും ആ സുഹൃത്തിന് കാണിച്ചു പറയുകയും ചെയ്തു, നോക്കൂ താങ്കൾ പറഞ്ഞിരുന്നില്ലേ തരില്ല എന്ന്, ഞാനത് കൊണ്ടുവന്നിരിക്കുന്നു, ഇതാണ് അത് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിൽ നിന്ന് ചെന്ന് ചോദിച്ചു. അദ്ദേഹം അത് കൊടുത്തു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നമ്മളിൽ നിന്ന് ഇത് കൊണ്ടുപോയി, ചോദിക്കാൻ വന്നതായിരുന്നു, നാം കൊടുത്തു. പിന്നീട് ഹുസൂർ അലൈഹി ഇസ്ലാം എന്നോട് ഇതും പറയുന്നുണ്ട്, മിർസ സാഹിബ്, അതായത് ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ പിതാവ് മർഹൂമിന്റെ ഒരു കുറിപ്പ് പുസ്തകം നമ്മുടെ പക്കലുണ്ട്. നിനക്ക് നിർമ്മാണ രീതികൾ അതിൻ്റെ കുറിപ്പടി വേണമല്ലോ, അതിനാൽ താങ്കളുടെ പിതാവിൻ്റെ ആ കുറിപ്പ് പുസ്തകം ഞാൻ താങ്കൾക്ക് നൽകാം. അതിൽ വളരെ മികച്ച രീതികളുണ്ട്, അതും എടുത്തോളൂ. പിന്നീട് ഹുസൂർ അലൈഹി ഇസ്ലാം അത് നൽകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും എനിക്ക് ആ കുറിപ്പ് പുസ്തകം വാങ്ങാൻ സാധിച്ചില്ല. ഹജരത് മുഫ്തി മുഹമ്മദ് സാദിഖ് സാഹിബ് തൻ്റെ കത്തിൽ ഹജരത് മസീഹ് ഇസ്ലാമിൻ്റെ സന്നിധിയിൽ എഴുതുന്നു, ഗർഭകാലമായതുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി എൻ്റെ വീട്ടിൽ വലിയ പ്രയാസമാണ്. വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കാൻ സാധിക്കുന്നില്ല. തന്തൂരിൽ നിന്ന് റോട്ടി വാങ്ങി കഴിക്കുന്നുണ്ടെങ്കിലും കറികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതിനാൽ കുറച്ച് ദിവസത്തേക്ക് ലങ്കറിൽ നിന്ന് കറിയും ഭക്ഷണവും ലഭ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിന് മറുപടിയായി ഹജരത് അഖ്ദസ് അലി ഇസ്ലാം ലങ്കറിന്റെ ചുമതലക്കാരനായ മിയാ നജ്മുദ്ദീൻ സാഹിബിനോട് മുഫ്തി സാഹിബിന് 2 നേരവും ലങ്കറിൽ നിന്ന് നല്ല കറികൾ നൽകണമെന്ന് നിർദ്ദേശിച്ചു. അതൊരു ഓർഡർ ആയിരുന്നു. ഹജരത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പ്രസ്താവിക്കുന്നു, ഒരിക്കൽ ഹജരത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹജരത് ഈസ അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥകളെക്കുറിച്ച് അന്വേഷിക്കാനായി നസീബൈനിലേക്ക് ഒരു സംഘത്തെ അയക്കാൻ ഉദ്ദേശിച്ചു. അതിൽ മിർസ ഖുദാബഖ് സാഹിബും മൗലവി ഖുതുബുദ്ദീൻ സാഹിബും ഉണ്ടായിരുന്നു. 3ാമത്തെ അംഗം അതിൻ്റെ പിതാവ് മിയ ജമാലുദ്ദീൻ സാഹിബ് ആയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നെറുക്കെടുപ്പിലൂടെയാണ് ഇവരെല്ലാം തിരഞ്ഞെടുത്തിരുന്നത്. വസ്ത്രങ്ങളും മറ്റും തയ്യാറാക്കുന്നതിനായി ഹുസൂർ അലൈഹി ഇസ്ലാം 3 പേർക്കും 50 രൂപ വീതം നൽകി. തുടർന്ന് ഹുസൂർ അലൈഹി ഇസ്ലാം ഒരു വിടവാങ്ങൽ യോഗം സംഘടിപ്പിച്ചു. ചില കാരണങ്ങളാൽ പിന്നീട് ഈ സംഘത്തിന്റെ യാത്ര തടസ്സപ്പെട്ടു. യാത്ര മുടങ്ങിയപ്പോൾ എൻ്റെ പിതാവ് 50 രൂപ ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിൽ തിരികെ സമർപ്പിച്ചു. ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, നമ്മൾ ഒരാൾക്ക് നൽകിയാൽ അത് തിരികെ എടുക്കാറില്ല. പിതാവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഈ സംഭവം എന്നോട് വിവരിച്ചു. ഹസരത് മലിക് ഗുലാം ഹുസൈൻ സാബ് പ്രസ്താവിക്കുന്നു, 1894 അല്ലെങ്കിൽ 1995 വർഷത്തിലെ ജൽസ സാലാനയെ കുറിച്ചുള്ള കാര്യമാണ്. സെയ്ദ് ഹുസാമുദ്ദീൻ സാഹിബ് സിയാലക്കോട്ടി ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അന്ന് അദ്ദേഹം ജൽസയിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. അദ്ദേഹം ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ സന്നിധിയിൽ ഒരു ഷബ്ദേഗിനെ കുറിച്ച് വല്ലാതെ പ്രശംസിച്ചു. അദ്ദേഹം പറഞ്ഞു, ഹുസൂർ ഷബ്ദേഗ് വളരെ രുചികരമായി പാകം ചെയ്യാറുണ്ട്. ഷബ്ദേഗിൽ വിവിധ ഇനം മാംസങ്ങളും വ്യത്യസ്ത ഫ്രൂട്ട്സുകളും പച്ചക്കറികളും ഒക്കെ ചേർത്ത് രാത്രി മുഴുവൻ പാകം ചെയ്യുന്നതാണ്. ഹജരത്ത് സാഹിബ് എന്നെ വിളിച്ചു പറഞ്ഞു, ഷാ സാഹിബ് എന്താഗ്രഹിക്കുന്നു, എത്ര സാധനങ്ങൾ വേണമെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കി നൽകുക. അങ്ങനെ മാംസം ഇവിടെ നിന്ന് ലഭിച്ചു. ഇവിടെ നിന്നത് വാങ്ങാൻ പറ്റി. ശൽജം, അതിന് മധുരമുള്ളെങ്കിൽ ബട്ടാലയിൽ നിന്ന് വരുത്തിച്ചു. വൈകുന്നേരമായപ്പോൾ ഏകദേശം 4 വലിയ ചെമ്പുകൾ അടുപ്പത്ത് വെച്ചു. നല്ല പേരുള്ള കടയിൽ നിന്ന് 80 കിലോ അരിയും വാങ്ങി. 2 മൻ, അതായത് 80 കിലോ അരിയും വാങ്ങി. പിറ്റേന്ന് രാവിലെ സെയ്ദ് ഹുസാമുദ്ദീൻ സാഹിബിന്റെ ആഗ്രഹം അനുസരിച്ച് അതിഥികൾക്ക് ഭക്ഷണം വിളമ്പി. ഹജരത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പ്രസ്താവിക്കുന്നു, മുൻഷി ജഫർ അഹമ്മദ് സാഹിബ് എനിക്ക് ഇപ്രകാരം എഴുതി നൽകിയിട്ടുണ്ട്. ഒരിക്കൽ ജൽസ സാലാനയുടെ അവസരത്തിൽ ചെലവിന് പണമില്ലാതെ വന്നു. ആ ദിവസങ്ങളിൽ ജൽസ സാലാനയ്ക്കായി പിരിവെടുക്കുന്ന രീതി ഉണ്ടായിരുന്നില്ല. അതായത് കൃത്യമായ ഒരു ചന്തയുടെ സംവിധാനം ഇല്ലായിരുന്നു. ഹജരത്ത് മസീഹ് ഇസ്ലാം സ്വന്തം പക്കൽ നിന്ന് തന്നെയായിരുന്നു ചെലവ് നിർവഹിച്ചിരുന്നത്. ലങ്കറിന്റെ ചുമതലക്കാരനായിരുന്ന
മീർ നാസിർ നവാബ് സാഹിബ് മർഹൂം മസീഹ് ഇസ്ലാമിൻ്റെ തന്നെ ഭാര്യ പിതാവാണ്. വന്ന് ബോധിപ്പിച്ചു, രാത്രിയിൽ അതിഥികൾക്ക് യാതൊരു സാധനവുമില്ല. അതേ ചെലവുകൾക്ക് വെച്ചത് പണമൊക്കെ തീർന്നു, ധാന്യങ്ങളും തീർന്നു, അതിഥികൾക്ക് ഭക്ഷണത്തിന് സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബീബി സാഹിബിൽ നിന്ന്, അതായത് തൻ്റെ ഭാര്യയിൽ നിന്നും, മസീഹ് ഇസ്ലാമിൻ്റെ ഭാര്യയിൽ നിന്നും, അതായത് അമ്മജാനിൽ നിന്നും എന്തെങ്കിലും ആഭരണം വാങ്ങി വിറ്റ് കാര്യങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ആഭരണം വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്ത് മീർ സാഹിബ് പണം കൊണ്ടുവരികയും അതിഥികൾക്കായി സാധനങ്ങൾ വാങ്ങി എത്തിക്കുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം വീണ്ടും രാത്രിയിൽ മീർ സാഹിബ് എൻ്റെ പക്കൽ വന്ന് പറഞ്ഞു, നാളത്തേക്ക് ഒന്നും ബാക്കിയില്ല. ആ ആഭരണം വിറ്റത് കൊണ്ട് 2 ദിവസം കഴിഞ്ഞു പോയി. ഇനി ബാക്കി എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞു, ബാഹ്യമായ കാരണങ്ങൾ പരിഗണിച്ച്, ബാഹ്യമായ ഉപാധികളൊക്കെ നമ്മൾ ഉപയോഗിച്ച് സംവിധാനം ഒരുക്കി, നമ്മുടെ പക്കലുണ്ടായിരുന്നതൊക്കെ നമ്മൾ നൽകി. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ അതിഥികളാണ്, അള്ളാഹുവിൻ്റെ പ്രീതിക്കായി വരുന്നവരാണ്. അതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അതുകൊണ്ട് അള്ളാഹു തന്നെ അവർക്ക് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിക്കോളും. പിറ്റേന്ന് രാവിലെ 8-9 മണി ആയപ്പോൾ ഒരു പോസ്റ്റ്മാൻ വന്നപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം മീർ സാഹിബിനെയും എന്നെയും വിളിപ്പിച്ചു. പോസ്റ്റ്മാൻ്റെ കയ്യിൽ 10-15ഓളം മണി ഓർഡറുകൾ ഉണ്ടായിരുന്നു. പലയിടങ്ങളിൽ നിന്ന് വന്നതായിരുന്നു. 100ഉം 50ഉം രൂപ വീതമുള്ളവയായിരുന്നു. അതിൽ എഴുതിയിരുന്നു, ഞങ്ങൾക്ക് നേരിട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ട് അതിഥികളുടെ ചെലവിനായി പണം അയക്കുന്നു. അത് അദ്ദേഹം കൈപ്പറ്റി അള്ളാഹുവിലുള്ള തവക്കുൽ, ഭരമേൽപ്പിക്കലിനെ കുറിച്ച് അവർക്ക് അവിടെ പ്രസംഗിച്ചു. ആ സമയം അവിടെ മറ്റു ചില ആളുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മസീഹ് ഇസ്ലാം പറഞ്ഞു, ഒരു ഭൗതിക വ്യാപാരി തൻ്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന, പണപ്പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിൽ വിശ്വാസമുള്ളതുപോലെ, എപ്പോൾ വേണമെങ്കിലും അത് എടുക്കാമല്ലോ എന്ന് കരുതുന്നത് പോലെ, അതിനേക്കാൾ ഉപരിയായി അള്ളാഹുൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെയാണ് സംഭവിക്കാറ്. ആവശ്യം വരുമ്പോൾ ഉടൻ തന്നെ അള്ളാഹു സ്വയം അയച്ചു തരുന്നു, സംവിധാനം ഒരുക്കുന്നു. അദ്ദേഹം അള്ളാഹുവിൻ്റെ അതിഥികളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ തീർച്ചയായും ദ്വായും ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വിശ്വാസവും തവക്കലും പൂർണ്ണമായിരുന്നു. അള്ളാഹു അങ്ങനെ സംവിധാനം ഒരുക്കി കൊടുക്കുകയുണ്ടായി. ഹദരത്ത് മിയ റഹ്മത്തുള്ളാഹി സാഹിബ് പ്രസ്താവിക്കുന്നു, ക്ഷാമവും പകർച്ചവ്യാധിയും ഒരുമിച്ച് വന്നു, എന്നിട്ടും ആളുകൾ തൗബ ചെയ്യുന്നില്ല, പശ്ചാത്തപിക്കുന്നില്ല എന്ന് മസീഹ് ഇസ്ലാം പറയാറുണ്ടായിരുന്നു. വിശന്നു മരിക്കുന്ന അവസ്ഥ. ഇതിന് 3 വർഷത്തിന് ശേഷം നാട്ടിൽ കഠിനമായ പ്ലേഗ് പടർന്നു. ക്ഷാമത്തിന്റെ ദിവസങ്ങളിൽ ഹുസൂർ അലൈഹി ഇസ്ലാം പറയാറുണ്ടായിരുന്നു, ഹദീസുകളിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്, മസീഹ് മൗഊദ് അലി ഇസ്ലാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടാകുമെന്ന്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അള്ളാഹുവിന്റെ വാഗ്ദാനവും പുലർന്നിരിക്കുന്നു. മറുഭാഗത്ത് ഹദരത്ത് ഖലീഫ അവൽ റളിയല്ലാഹു അൻഹു സാഹിബിനോട് ധാന്യം കഴിയുന്നത്ര ശേഖരിച്ചു വെക്കാൻ വേണ്ടി കൽപ്പിച്ചു, റേഷൻ ശേഖരിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ലങ്കറിന്റെ ചുമതല മസീഹ് ഇസ്ലാമിന് തന്നെയായിരുന്നു. അത് മസീഹ് ഇസ്ലാം ആ ചുമതല സ്വയം നേരിട്ട് വഹിച്ചിരുന്നു. ധാന്യങ്ങളുടെ കാര്യത്തിൽ ക്ഷാമത്തിന്റെ ഭയവും ആശങ്കയും ഉണ്ടായിരുന്നതുകൊണ്ട് സാധനങ്ങളുടെ ക്രമീകരണം ആദ്യം തന്നെ മുൻകൂട്ടി ചെയ്തു വെക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉടൻ വാങ്ങാൻ ഹദരത്ത് ഖലീഫ അവലിനെ ഈ ജോലി ഏൽപ്പിച്ചു, സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ജോലി ഏൽപ്പിച്ചു. ഹുസൂർ അലൈഹി ഇസ്ലാമിന്റെ കൽപ്പനയാൽ മൗലവി സാഹിബ് ലങ്കർ ഖാനയിലേക്ക് എന്നിൽ നിന്ന് 30 ചാക്ക് ധാന്യം വാങ്ങി. ചന്ത കുറവായിരുന്നു. വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആഭരണങ്ങളും ഹദരത്ത് മസീഹ് ഇസ്ലാം എടുത്ത് വിറ്റു. ഗോതമ്പ് വാങ്ങാനായി 700 രൂപ മൗലവി സാഹിബിന് നൽകി. ആ കാലത്ത് 700 രൂപ വലിയൊരു തുകയായിരുന്നു, ഭീമമായ സംഖ്യയായിരുന്നു. ഹദരത്ത് മൗലവി സാഹിബ് മിയാ നജുമുദ്ദീൻ സാഹിബ് മർഹൂമിനെ ഗ്രാമത്തിലേക്ക് ധാന്യം വാങ്ങാനായി അയച്ചു. മിർസ ഇസ്മായിൽ സാഹിബും കൂടെ പോയിരുന്നു. അവർ ധാന്യങ്ങളൊക്കെ വാങ്ങി. ഇന്ത്യയിലെ രാജസ്ഥാൻ സംസ്ഥാനത്തിലെ ബിക്കാനിയറിൽ നിന്ന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ക്ഷാമം കാരണം നമ്മുടെ നാട്ടിലേക്ക് വന്നു. രാജസ്ഥാനിൽ ഒരുപാട് ക്ഷാമം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ആളുകൾ ഖാദിയാനിലേക്ക് വന്നു. എല്ലായിടത്തു നിന്നും വിശപ്പിന്റെ കരച്ചിലുകളും ഏങ്ങലടിച്ചിലുകളും കേൾക്കുമാറായി. ലങ്കറിൽ എപ്പോഴും ആട്ട കുഴച്ചുകൊണ്ടിരിക്കണം, റൊട്ടി തയ്യാറായിക്കൊണ്ടിരിക്കണം എന്ന് ഹുസൂർ അലൈഹി ഇസ്ലാം കൽപ്പിച്ചു. റൊട്ടി ചോദിക്കുന്നവർക്ക് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നൽകണമെന്നും ആരും വെറും കൈയോടെ മടങ്ങരുതെന്നും മിയാ നജുമുദ്ദീൻ സാഹിബിനോട് മസീഹ് ഇസ്ലാം നിർദ്ദേശിച്ചു. കുറച്ച് ദിവസങ്ങളിൽ വാങ്ങിയ ധാന്യങ്ങൾ മുഴുവൻ തീർന്നു പോയി. അപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം പ്രസംഗിച്ചു. അതിലെ വാക്കുകൾ, പ്രസംഗത്തിന്റെ സംക്ഷിപ്തം ഇതായിരുന്നു: ഇതൊരു താൽക്കാലിക കാര്യമാണ്. എപ്പോഴും ഇത്തരം ത്യാഗം ചെയ്യേണ്ട അവസരം ലഭിക്കില്ല. ഇത്തരം പ്രതിഫലവും ഇനി ലഭിക്കാനില്ല. സത്യവിശ്വാസികൾക്ക് ഇത് പ്രത്യേക ദിവസങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രീതിക്കായി അള്ളാഹു സുഹൃത്തുക്കൾക്ക് മേൽ അനുഗ്രഹം ചൊരിയട്ടെ. ഈ പ്രസംഗത്തിന് ശേഷം കുറച്ച് ചന്ത പിരിഞ്ഞു കിട്ടി. പുറത്തു നിന്നും അതുപോലെ പണം വന്നു, ധാന്യം വാങ്ങി. അങ്ങനെ ഈ ക്ഷാമ ദിവസങ്ങളിൽ ലങ്കർ തുടർന്നു പോന്നു. വന്നിരുന്ന ആളുകൾക്ക്
ഭക്ഷണം ഉടൻ തന്നെ നൽകുമായിരുന്നു. ഹുസൂർ അലി ഇസ്ലാം പറയാറുണ്ടായിരുന്നു, ഇന്ന പത്രത്തിൽ ഞാൻ കണ്ടു, ഇന്ന രാജ്യത്ത് ഇത്ര കുട്ടികൾ വിശന്നു മരിച്ചു, ഇത്ര ആളുകൾ പുരുഷന്മാർ വലിയവരും മരിച്ചു. ധാന്യം ലഭിക്കുന്നില്ല എന്നത് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയും കോപമാണ്. അള്ളാഹുവെ കാരുണ്യം ചൊരിയണമേ എന്ന് പലതവണ അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കഠിനമായ ആശങ്കയോടെ മിയ നജ്മുദ്ദീൻ സാഹിബിനോട് അദ്ദേഹം ചോദിക്കുമായിരുന്നു. മൗലവി സാഹിബുമായി ധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്നും ലോകത്തിലെ ചില രാജ്യങ്ങളിൽ ഇതേ അവസ്ഥയാണ്. വലിയ പ്രയാസമാണ്, ക്ഷാമമാണ്, ധാന്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വില കൂടുതലാണ്, വാങ്ങാൻ സാധിക്കുന്നില്ല, ദാരിദ്ര്യം വിഷമം കാരണം ആളുകൾ മരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഔദാര്യം എന്ന് പറയട്ടെ, വിവരങ്ങൾ ലഭിക്കുന്നിടത്തൊക്കെയും ജമാഅത്ത് അവർക്ക് സഹായത്തിനായി പണം അയക്കാറുണ്ട്, ആവശ്യങ്ങൾ നിറവേറ്റാറുണ്ട്. അതിൽ ആളുകളും അവരവരുടെ ഭാഗം, അവരുടെ സംഭാവനകൾ നൽകാറുണ്ട്. പാവപ്പെട്ടവർക്കും ക്ഷാമം ബാധിച്ചവർക്കും സഹായം നൽകാൻ ഇനിയും കൂടുതൽ പരിശ്രമിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറട്ടെ. ജമാഅത്ത് അംഗങ്ങൾക്ക് ഇനിയും തൗഫീക്ക് നൽകുമാറട്ടെ. ഹദരത്ത് ഖാസി നൂർ മുഹമ്മദ് സാഹിബ് പ്രസ്താവിക്കുന്നു, ഹദരത്ത് അമീറുൽ മുഅ്മിനീൻ ഹദരത്ത് ഖലീഫസി സാനിയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, എൻ്റെ സഹപാഠിയായിരുന്നു ഖലീഫസി സാനി. ദാറുൽ മസീൽ രാത്രിയിൽ ദർസിൽ രാത്രി ഒരുമിച്ച് പഠിക്കാൻ അവസരം ലഭിക്കാറുണ്ടായിരുന്നു. ഹദരത്ത് മൗലവി ഷേർ അലി സാഹിബ് ആയിരുന്നു പഠിപ്പിക്കാറുണ്ടായിരുന്നത്. ഹദരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ത്രീകൾക്ക് ഉപദേശം നൽകുണ്ടായിരുന്നു, വാള് നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വാളിൻ്റെ ശബ്ദം ഞങ്ങളുടെ ചെവിയിൽ നന്നായി എത്തുമായിരുന്നു. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, അതിൽ നിന്ന് ഒന്നും ഇപ്പോൾ ഓർമ്മയില്ല. ലങ്കറിലേക്കുള്ള ആട്ട വാങ്ങാൻ സാധാരണ മുല്ല അഹമ്മദ് നൂർ പോകാറുണ്ടായിരുന്നു. കഴുതപ്പുറത്ത് ആട്ട വരുമ്പോൾ ആട്ടയുടെ ചാക്ക് എടുത്ത് ദാറുൽ മസീൽ എത്തിക്കാൻ അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകിയിരുന്നു. ഹുസൂർ അലി ഇസ്ലാമിനെ ഒരിക്കൽ ഞാൻ കണ്ടു. അദ്ദേഹം തൻ്റെ കുപ്പായത്തിൻ്റെ മടിത്തട്ടിൽ ധാരാളം പണം കൊണ്ടുവരികയും അതൊന്നും എണ്ണാതെ തന്നെ മുല്ല അഹമ്മദ് നൂറിൻ്റെ മടിയിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്തു. പണം ഒന്നും എണ്ണി നോക്കുക പോലും ചെയ്തില്ല. ലങ്കർ ഖാനയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ലങ്കറിൻ്റെ ക്രമീകരണം നടന്നുപോയി. ഹസരത്ത് മിയ ചിറാഗ്ദീൻ സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ എൻ്റെ തൊണ്ടയിൽ അസുഖം ബാധിക്കുകയും ശബ്ദം പുറത്തേക്ക് വരാത്ത അവസ്ഥ ആകുകയും ചെയ്തു. ഹസരത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹസരത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബിനോട് പറഞ്ഞു, ചിറാഗിൻ്റെ തൊണ്ട ചികിത്സയ്ക്ക് എന്ത് കാരണമാണ് ശബ്ദം പുറത്തു വരാത്തതെന്ന് നോക്കുക. ഹസരത്ത് മൗലവി സാഹിബ് ചികിത്സ തുടർന്നുകൊണ്ട് ഇരുന്നു, എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. പിന്നെ ഒരു അവസരത്തിൽ ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ ഷാ സാഹിബ്, ഡോക്ടർ യാക്കൂബ് ബേഗ് സാഹിബ്, ഡോക്ടർ ബൂഡെ ഖാൻ സാഹിബ് എന്നിവർ ലാഹോറിൽ ഒത്തുചേർന്നപ്പോൾ അവരുടെ മുന്നിലും ഹുസൂർ അലൈഹി സ്വലാം ഇക്കാര്യം ബോധിപ്പിച്ചു. എന്താണ് കാരണമെന്നറിയുന്നില്ല, ഡയഗ്നോസ് ആവുന്നില്ല, ഈ കുട്ടിയുടെ ശബ്ദം വരുന്നില്ല. ഇതിന് മറുപടിയായി ഡോക്ടർ യാക്കൂബ് ബേഗ് സാഹിബ് എൻ്റെ തൊണ്ട പരിശോധിച്ച് പറഞ്ഞു, ഹുസൂർ അലൈഹി സ്വലാം കൽപ്പിക്കുകയാണെങ്കിൽ തൊണ്ടയുടെ ഉൾഭാഗം മുറിക്കണം, അത് ടോൺസിലിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു, അങ്ങനെ ചെയ്താൽ ശബ്ദം തെളിയും. ഹുസൂർ അതിൽ ഒന്നും പറഞ്ഞില്ല, മൗനം പാലിച്ചു. അദ്ദേഹം പറയുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹുസൂർ അലൈഹി സ്വലാം പറഞ്ഞു, ചിറാഗ്, ഇനി നാം താങ്കൾക്ക് ചികിത്സ നടത്താം. ഉടൻ തന്നെ എന്നെ നോക്കി പറഞ്ഞു, താങ്കൾക്കായി നാം ഔഷധക്കൂട്ട് തയ്യാറാക്കും. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് നോക്കുക. അന്ന് തന്നെ അമസറിൽ നിന്നും ഒരു ഔഷധ വ്യാപാരി ഇരിക്ക് ഇലകളുടെ അച്ചാർ ഒരു ഭരണിയിൽ കൊണ്ടുവന്നു. ഹുസൂർ അലൈഹി സ്വലാം അത് തുറന്നു നോക്കിയപ്പോൾ പറഞ്ഞു, ഇതാണ് താങ്കളുടെ ചികിത്സ, ഇത് തന്നെയാണ് ഔഷധം. അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നല്ലോ മരുന്ന് ഞാൻ തയ്യാറാക്കി തരുമെന്ന്. പിന്നെ അതുപോലെ മരുന്നുണ്ടാക്കുന്ന, അച്ചാർ ഉണ്ടാക്കുന്ന വൈദ്യശാസ്ത്രത്തിൽ അറിവുള്ള ഒരു വ്യക്തി എരിക്ക് ഇലകളുടെ അച്ചാർ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഇതാണ് താങ്കളുടെ ചികിത്സ. അതും ഒരു വൈദ്യനായിരുന്നു കൊണ്ടുവന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് റൊട്ടിയുടെ കൂടെ 2-3 ഇലകൾ വെച്ച് എനിക്ക് നൽകുമായിരുന്നു. അത് വളരെ രുചികരമായിരുന്നു, വളരെ സ്വാദിഷ്ടമായിരുന്നു. ഹുസൂർ അലൈഹി ഇസ്ലാമും അതിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നു, അത് കഴിച്ചതോടെ എനിക്ക് ആശ്വാസം ലഭിച്ചു. അപ്പോൾ ഹുസൂർ അലൈഹി ഇസ്ലാം ആ മുഴുവൻ ഭരണിയും എനിക്ക് നൽകി. താങ്കൾ ഇത് വെച്ചോളൂ, കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് കഴിച്ചപ്പോൾ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. ഹസരത്ത് മിർസ അഫ്സൽ ബേഗ് സാഹിബ് പ്രസ്താവിക്കുന്നു, ഞാൻ ആദ്യമായി 1898 കാദിയാനിൽ വന്നു. എൻ്റെ പിതാവ് കോടതിയിലെ അഭിഭാഷകൻ അഫ്സൽ ബേഗ് സാഹിബ് എന്നെ വിദ്യാഭ്യാസം നേടാനായി താലീമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ ചേർത്തു. കോടതിയിലുള്ള മുഖ്താറായിരുന്നു. അഫ്സൽ ബേഗ് എന്നാണ് രണ്ടാളുടെയും പേര് ഇവിടെ എഴുതിയിട്ടുള്ളത്, തെറ്റിയതായിരിക്കാം. ബോർഡിങ്ങിൽ കുറച്ച് വിദ്യാർത്ഥികളെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ബോർഡിങ്ങിലെ കുട്ടികളുടെ ഭക്ഷണ സൗകര്യം ലങ്കറിലെ ഭക്ഷണത്തോടൊപ്പമായിരുന്നു. ഭക്ഷണത്തെക്കുറിച്ച് ചില പരാതികൾ ഉണ്ടായപ്പോൾ എൻ്റെ പിതാവ് അഖ്ദസ് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമോട് കുട്ടികൾക്ക് ഭക്ഷണം ലഭിക്കാൻ പ്രയാസമുണ്ടെന്ന് പറഞ്ഞു.
അതിന് ഹുസൂർ അതീവ വാത്സല്യത്തോടത്ത് പറഞ്ഞു, കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം ലഭിക്കും. അങ്ങനെ പല മാസങ്ങളോളം ഹുസൂർ അൻവറിന്റെ മസീഹ് ഇസ്ലാമിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ഹുസൂർ വീട്ടിൽ നിന്ന് മാമ്പഴവും മിഠായിയും മറ്റും കഴിക്കാനായി അയച്ചു തരാറുണ്ടായിരുന്നു. ഖാജ അബ്ദുറഹ്മാൻ സാബ് കശ്മീരി ഹജരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബിനോട് ഇപ്രകാരം പറഞ്ഞു, ഹാഫിസ് ഹാമിദ് അലി സാബ് മർഹൂം എന്നോട് പറയാറുണ്ടായിരുന്നു, എവിടെ നിന്നെങ്കിലും മസീഹ് ഇസ്ലാമിന് പണം ലഭിച്ചാൽ അദ്ദേഹം ഉടൻ തന്നെ എന്നെ വിളിക്കുകയും പണം എണ്ണി നോക്കാതെ നൽകുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയും, ഇപ്പോൾ പണം എടുത്തോളൂ, പിന്നെ എപ്പോഴാണ് പണം കയ്യിൽ കിട്ടുക എന്നറിയില്ല. ഈ വിനീതൻ പറയുന്നു, ഹജരത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് എഴുതുന്നു, ഹാഫിസ് ഹാമിദ് അലി സാബ് മർഹൂം മസീഹ് ഇസ്ലാമിന്റെ പ്രത്യേക സേവകനായിരുന്നു. അദ്ദേഹത്തിന് ഹുസൂർ അലി ഇസ്ലാം വീട്ടിലെ ആവശ്യങ്ങൾക്കും അതിഥികളുടെ സൽക്കാരത്തിനും വേണ്ടി പണം നൽകാറുണ്ടായിരുന്നു. ഹജരത്ത് ഖാൻ സാബ് സയ്യിദ് ഗുലാം ഹുസൈൻ സാഹിബ് പ്രസ്താവിക്കുന്നു, ഒരിക്കൽ ഹുസൂർ അലി ഇസ്ലാം എന്നെ ഖാദിയാനിൽ നിന്ന് ബട്ടാലയിലേക്ക് ഒരു റെയിൽ പാർസൽ കൊണ്ടുവരാൻ അയച്ചു. ബിൽറ്റി വന്നിട്ടുണ്ടായിരുന്നു, അത് രസീതും വന്നിട്ടുണ്ടായിരുന്നു. 5 രൂപയും എനിക്ക് നൽകി. ട്രെയിനിൽ വഴിയാണ് ആ പാർസൽ വന്നത്. ബട്ടാലയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു കൊട്ട മുന്തിരിയായിരുന്നു പാർസൽ. അത് പാർസൽ ചാർജ് വെറും 4 അണ മാത്രമായിരുന്നു. ഞാൻ ആ കൊട്ട കൊണ്ടുവന്നപ്പോൾ ഹുസൂർ കൊട്ടയുടെ തുണി മാറ്റുകയും 2 കൈകൾ കൊണ്ട് മുന്തിരിപ്പഴം എടുത്ത് വാരി എനിക്ക് നൽകുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇത് താങ്കൾക്കുള്ള ഭാഗമാണ്. ആദ്യം എനിക്കാണ് നൽകിയത്. ബാക്കിയുള്ള 4.25 രൂപ ഞാൻ തിരികെ നൽകാൻ ശ്രമിച്ചപ്പോൾ ഹുസൂർ അലൈഹി സ്വലാം ആ കൊട്ടയും എടുത്ത് ഉള്ളിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞു, നാം നമ്മുടെ സുഹൃത്തുക്കളോട് കണക്ക് വെക്കാറില്ല. ആ സമയത്ത് എനിക്ക് 15 വയസ്സായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ഹജറത്ത് മുൻഷി ഖാദി മെഹബൂബ് ആലം സാബ് പറയുന്നു, മൗലവി മുഹമ്മദ് അലി സാബും ഖാജ കമാലുദ്ദീൻ സാബ് സാബും ഇരുവരും പെഷാവറിൽ ചേർന്ന് അഭിഭാഷക വൃത്തി നടത്തിയിരുന്നു. 2 പേരും അഡ്വക്കേറ്റ് ആയിരുന്നു. 2 പേരും പാർട്ട്നേഴ്സ് ആയിരുന്നു. അതായത് അവർക്ക് ഒരുമിച്ചുള്ള ജോലിയായിരുന്നു. മൗലവി മുഹമ്മദ് അലി സാബ് ഖാദിയാനിലേക്ക് വന്നു. ഖാജ സാബ് അവിടെ തന്നെ തുടർന്നു. ഹജരത് സാബിനെതിരെ കേസുകൾ ഉണ്ടായിരുന്നു. കറമുദ്ദീൻ്റെ കേസുകളാണെന്ന് തോന്നുന്നു. അതിൻ്റെ പിന്തുടർച്ചയ്ക്കായി ഖാജ സാഹിബ് പെഷാവറിൽ നിന്ന് വന്നു. ഹജരത് അഖ്ദസ് അലൈഹി സ്വലാത്തു വസ്സലാം മുബാറക് മസ്ജിദിലെത്തിയപ്പോൾ ഖാജ സാഹിബ് വളരെ ദയനീയ മുഖഭാവത്തോടെ അപേക്ഷിച്ചു, ഹുസൂർ, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് അള്ളാഹുവിനും റസൂലിനും മാത്രമേ അറിയൂ. ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ച് യാത്രക്കൂലിക്കുള്ള പണം കണ്ടെത്തിയാണ് ഞാൻ ഇവിടെ എത്തിയത്. വലിയ സാമ്പത്തിക പരാധീനതയാണ്. ഹജരത് സാഹിബ് പറഞ്ഞു, ഖാജ സാഹിബ്, താങ്കൾക്ക് പണം ആവശ്യമുണ്ടോ? വരൂ. പിന്നെ ഹജരത് സാഹിബ് ഉള്ളിലേക്ക് പോയി. ഖാജ സാഹിബും കൂടെ പോയി. ഒരു പെട്ടി തുറന്ന് കൈകൊണ്ട് 2-3 തവണ കൈ നിറച്ചും പണം എടുത്തു കൊടുത്തു. അത് ഖാജ സാഹിബിന്റെ മടിയിലേക്ക് ഇട്ട് കൊടുത്തു പറഞ്ഞു, ഖാജ സാഹിബ്, മതിയാകുമോ, ഇനിയും വേണമോ എന്ന് ചോദിച്ചു. ഖാജ സാഹിബിന് മതി ഹുസൂർ, ഇത് തന്നെ വളരെ കൂടുതലാണ്. ഖാജ സാഹിബ് ആ പണം പിന്നീട് മസ്ജിദ് മുബാറക്കിൽ വെച്ച് എണ്ണിയപ്പോൾ ഏകദേശം 300 രൂപയോളം ഉണ്ടായിരുന്നു. ഖാജ സാഹിബ് പിറ്റേ ദിവസം ഗുരുദാസ്പൂരിലേക്ക് പോയി. ഹജരത് സാഹിബ് ആ പണം എണ്ണാതെ തന്നെ അദ്ദേഹത്തിന്റെ മടിയിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഹജരത് സാഹിബിന്റെ സാധാരണ ശീലമായിരുന്നു. അതായത് സേവകർക്ക് പണം എണ്ണിക്കൊടുക്കാറില്ലായിരുന്നു. പൂർണ്ണമായും വിശ്വാസവും അതുപോലെ തന്നെ ബഹുമാനം ഉണ്ടായിരുന്നു. എനിക്ക് താമസിക്കാൻ അവസരം ലഭിച്ച കാലത്തോളം ഒരു സേവകനോടും മസീഹ് ഇസ്ലാം കണക്ക് ചോദിച്ചിട്ടില്ല. മറിച്ച് ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഹജരത് സാഹിബ് അവർക്ക് നൽകുകയായിരുന്നു പതിവ്. ഹജരത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി ഖാജ സാഹിബിനോടുള്ള മസീഹ് ഇസ്ലാമിൻ്റെ ദയയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് എഴുതുന്നു, ഇന്ന് ജമാത്തിൽ നിന്ന് വിട്ടുപോയ, അതായത് ജമാത്തുമായി ബന്ധം വിച്ഛേദിച്ച ഖാജ കമാലുദ്ദീൻ സാഹിബ് ആ ദയാലുവായ വാത്സല്യനിധിയായ പിതാവിൻ്റെ ഹജരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ സന്താനങ്ങളോട് വെറുപ്പും ശത്രുതയും വെച്ചു പുലർത്തുന്നു. ഹജരത്ത് മസീഹ് ഇസ്ലാം അയാൾക്ക് നന്മകൾ ചെയ്തിരുന്നു. എന്നാൽ അയാളുടെ പിന്മുറക്കാർക്ക് ഹജരത്ത് ഖലീഫ രണ്ടാമനോട് ശത്രുതയാണുള്ളത്. ഹജരത്ത് മസീഹ് ഇസ്ലാമിൻ്റെ ഔദാര്യങ്ങളും സ്നേഹത്തെയും കുറിച്ച് അയാൾക്ക് വലിയ അനുഭവമാണുള്ളത്. അദ്ദേഹത്തിൻ്റെ ഔദാര്യങ്ങളെക്കുറിച്ച് അയാൾക്ക് നന്നായി അറിയാം. ധാരാളം പണം അയാൾ കൈപ്പറ്റിയിട്ടുണ്ട്. അത് വാങ്ങിയെങ്കിലും ഒരിക്കലും അതൊന്നും സമ്മതിച്ചിട്ടില്ല. ഒരിക്കലും ആരോടും പറയുകയോ നന്ദി പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒപ്പം തൻ്റെ സേവനങ്ങളെക്കുറിച്ച് എപ്പോഴും വീമ്പിളക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ പ്രസ്ഥാനത്തിന് വലിയ സേവനം ചെയ്യുന്നു എന്ന് അയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ഇതിനെ ഞാൻ നന്ദികേടായിട്ടാണ് കാണുന്നത്. ഗുരുദാസ്പൂരിൽ മൗലവി കറമുദ്ദീൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ഒരു തവണ കേസിനിടയിൽ അയാൾ ഹുസൂർ അലി ഇസ്ലാമിന് ഒരു കത്ത് കാണിച്ചു കൊടുത്തു. അയാളുടെ വീട്ടിൽ നിന്ന് പെഷാവറിൽ നിന്ന് വന്നതായിരുന്നു അത്.
അതിൽ ചെലവിനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. മസീഹ് ഇസ്ലാം ഉടൻ തന്നെ 500 രൂപ അയാൾക്ക് നൽകി. തുടർന്ന് മാസത്തിൽ 100 രൂപ വീതം നൽകാൻ പറഞ്ഞു. അങ്ങനെ മാസാവസാനം 100 രൂപ വീതം നൽകുകയും ചെയ്തു. അങ്ങനെ ശമ്പളം പോലെ കൊടുത്തു. പ്രത്യേകിച്ച് ഹുസൂറിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്തുക്കൾ കേസ് ചെലവുകൾക്കായി വലിയ തുക അയച്ചു തന്നിരുന്നു. അത് ഖാജ സാഹിബിന്റെ പക്കലായിരുന്നു ഉണ്ടായിരുന്നത്. ഹുസൂർ ഒരിക്കലും അതിന്റെ കണക്ക് ചോദിച്ചിരുന്നില്ല. ഇത്തരം സാമ്പത്തിക പെരുമാറ്റങ്ങളും ദാനത്തിനു പുറമെ ഹദരത്ത് സാഹിബ്സാദ് അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷെയ്ദ് ഹദരത്ത് മസീഹ് ഇസ്ലാമിനെ അഫ്ഗാനി ശൈലിയിലുള്ള ഒരു വിലപിടിപ്പുള്ള കോട്ട് കൊണ്ടുവന്നു. ഖാജ സാഹിബ് അത് ചോദിച്ചു വാങ്ങിച്ചു. ഹുസൂർ, ഈ കോട്ട് എനിക്ക് നൽകിയാൽ കോടതിയിൽ പോകുമ്പോൾ എനിക്കത് ധരിക്കാമല്ലോ. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് എതിർ കക്ഷിയുടെ അഭിഭാഷകന്റെയും കോടതിയുടെയും മുന്നിൽ എനിക്ക് പ്രഭാവമുണ്ടാവും എന്ന് പറഞ്ഞു. മസീഹ് ഇസ്ലാം ചിരിച്ചുകൊണ്ട് ആ വിലപിടിപ്പുള്ള വസ്ത്രം ഖാജ സാഹിബിന് സമ്മാനിച്ചു. കഴിഞ്ഞ ഖുതുബയിലും ഞാൻ ഇതുപോലെ പരാമർശിച്ചിരുന്നു. നല്ലതരം ലെതറിൻ്റെ ജാക്കറ്റുകളും കോട്ടുകളും മസീഹ് ഇസ്ലാം ലഭിച്ചിരുന്നു. ഇന്നും ലെതർ വസ്ത്രങ്ങൾ വളരെ വിലപിടിപ്പുള്ളതായാണ് ലഭിക്കുന്നത്. അന്നും അങ്ങനെ തന്നെയായിരുന്നു. ആ കോട്ടും ഖാജ സാഹിബ് ചോദിച്ചപ്പോൾ അവിടുന്ന് ഉടനെ തന്നെ നൽകി. ഷെയ്ഖ് ഹാമിദ് അലി സാഹിബ് പ്രസ്താവിക്കുന്നു, ജീവിതത്തിന്റെ അവസാനം വരെ എന്നോട് ഒരിക്കലും കണക്ക് ചോദിച്ചിട്ടില്ല, ഒരിക്കലും ദേഷ്യപ്പെട്ടിട്ടുമില്ല. മറിച്ച് ഒരിക്കൽ ഞാൻ ലാഹോറിലേക്ക് പോയി മൗലവി നൂറുദ്ദീൻ സാഹിബ് 700 രൂപയുടെ ഒരു ഹുണ്ടിക അയച്ചു. അത് ഞാൻ വാങ്ങി വന്നു. പണമായിരുന്നു ഉണ്ടായിരുന്നു. ചില മണി ഓർഡറുകൾ അല്ലെങ്കിൽ വൗച്ചറുകൾ ഉണ്ടായിരുന്നു. കുറച്ച് അങ്ങനെ സാധനങ്ങൾ വാങ്ങിയ ശേഷം ഏകദേശം 50 രൂപ മിച്ചം വന്നു. അതിൻ്റെ കണക്ക് ഞാൻ ഹുസൂറിന് നൽകി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എപ്പോഴാണ് കണക്ക് ചോദിച്ചത് താങ്കളോട്? ഹദരത്ത് ഷെയ്ഖ് അഹമ്മദ് ദീൻ സാബ് പ്രസ്താവിക്കുന്ന, ഒരിക്കൽ ഹദരത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം എന്നോട് അമൃത്സറിൽ തുന്നൽക്കാരനായ മിയാ നബി ബക്ഷ് സാഹിബ് എന്ന വ്യക്തിയോട് അടുത്ത് പോകാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു കത്ത് നൽകി. അത് അദ്ദേഹത്തിന് കൊടുക്കാനും പറഞ്ഞു. അദ്ദേഹം വാങ്ങുന്ന സാധനങ്ങൾ വേഗത്തിൽ കൊണ്ടുവരണമെന്ന്, നാളെ തന്നെ മടങ്ങി വരണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ വൈകി എത്തിയപ്പോൾ ഹുസൂറിന്റെ സേവകനായ മിയാ കരംദാദ് സാഹിബിനോട് പറഞ്ഞു, വേഗത്തിൽ പോയി നോക്കൂ, അഹമ്മദ് ദീനിനെ അമൃത്സറിലേക്ക് ഞാൻ അയച്ചിരുന്നു. അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അന്വേഷിച്ചു. വഴി മധ്യേ മിയാ കരംദാദ് സാഹിബിനെ ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, മസീഹ് ഇസ്ലാം താങ്കളെക്കുറിച്ച് വലിയ ആശങ്കയിലാണ്. ഞാൻ അത് മസീഹ് ഇസ്ലാമിൻ്റെ സന്നിധിയിലെത്തിയപ്പോൾ മസീഹ് ഇസ്ലാം ചോദിച്ചു, താങ്കൾക്ക് എന്തെങ്കിലും പ്രയാസം നേരിട്ടോ? ഞാൻ പറഞ്ഞു, ഹുസൂർ, ഒരു പ്രയാസവും ഉണ്ടായില്ലല്ലോ. എൻ്റെ അവസ്ഥയെക്കുറിച്ച് അന്വേഷിച്ചതിലൂടെ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നെക്കുറിച്ച് അന്വേഷിച്ചല്ലോ എന്ന് സന്തോഷം ഉണ്ടായി. ഞാൻ ഒരു കണക്ക് പേപ്പറും മിച്ചം വന്ന കുറച്ച് പണവും തിരികെ നൽകാൻ ശ്രമിച്ചു. ഹുസൂർ അലൈഹി ഇസ്ലാം പറഞ്ഞു, ഈ പേപ്പർ എന്തിനുള്ളതാണ്? ഞാൻ വളരെ ഭവ്യതയോടെ പറഞ്ഞു, സാധനങ്ങളുടെ കണക്കാണ്, ബാക്കിയുള്ള പണവുമാണിത്. വലിയ സ്നേഹത്തോടെ അവിടുന്ന് പറഞ്ഞു, നമ്മൾ തമ്മിൽ എന്ത് കണക്ക്? ഈ പണം താങ്കളുടെ ആവശ്യങ്ങൾക്കായി ചെലവാക്കിക്കൊള്ളുക. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാൻ എഴുതുന്നു, ഹദരത്ത് ഹക്കീമുൽ ഉമ്മത്ത് മൗലാന നൂറുദ്ദീൻ സാബ് ഒരിക്കൽ ഹുസൂറിനോട് കുറച്ച് കടം വാങ്ങിയിരുന്നു. അദ്ദേഹം ആ പണം ഹുസൂറിന്റെ സന്നിധിയിൽ തിരികെ അയച്ചപ്പോൾ ഹുസൂർ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. തിരികെ നൽകിക്കൊണ്ട് പറഞ്ഞു, നമ്മുടെ പണത്തെ താങ്കളുടെ പണത്തിൽ നിന്നും വേറിട്ടതാണെന്നാണോ കരുതിയിരിക്കുന്നത്? ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി തന്നെ എഴുതുന്നു, ഹദരത്ത് അഖ്ദസ് ദൗത്യ പ്രഖ്യാപനം നടത്തുകയും രാജാക്കന്മാർ നിന്റെ വസ്ത്രങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടും എന്ന് അദ്ദേഹത്തെ അറിയിച്ചുവെന്ന് ആളുകൾ അറിയാനിടുകയും ചെയ്തപ്പോൾ ആളുകൾ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ചോദിക്കുന്നത് പതിവാക്കി. അവിടുന്ന് ഒരിക്കലും ആരോടും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവസ്ഥ എങ്ങനെയാകുമായിരുന്നു എന്നാൽ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ ശരീരത്തിൽ അവശേഷിക്കുമായിരുന്നുള്ളൂ. എടുത്തത് മാത്രം ബാക്കിയുണ്ടാവും, ബാക്കിയെല്ലാം നൽകി കഴിഞ്ഞിട്ടുണ്ടാവും. ഹദരത്ത് ഷെയ്ഖ് യാക്കൂബ് അലി സാബ് ഇർഫാനി പറയുന്നു, മീർ അബ്ബാസ് അലി സാഹിബിന് ബറൈൻ അഹമ്മദിയുടെ വിൽപ്പനയിൽ നിന്ന് ലഭിച്ച തുക അത് തൻ്റെ പക്കലുണ്ടായിരുന്നു കൊണ്ട് ചെലവഴിക്കാൻ അവിടുന്ന് അനുവാദം നൽകി. ഇത് അദ്ദേഹത്തിന്റെ വിശാല മനസ്കതയുടെയും ഔദാര്യത്തിന്റെയും ഒരു സാധാരണ തെളിവാണ്. ഹദരത്ത് മുൻഷി സഫർ അഹമ്മദ് സാഹിബ് പറയുന്നു, മിർസ നിസാമുദ്ദീൻ സാഹിബും മിർസ ഇമാമുദ്ദീൻ സാഹിബും കടുത്ത എതിരാളികളായിരുന്നിട്ടും ഹദരത്ത് മസീഹ് ഇസ്ലാമിനെ വളരെയധികം എതിർത്തവരായിരുന്നു. ഇരുവരും ബന്ധുക്കളായിരുന്നെങ്കിലും അവർ എതിരാളികളായിരുന്നു. എന്നാൽ ആവശ്യഘട്ടത്തിൽ എപ്പോഴെങ്കിലും അവർ ചോദിച്ചാൽ ഹുസൂർ അത് നിറവേറ്റി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ എൻ്റെ മുന്നിൽ വെച്ച് മിർസ നിസാമുദ്ദീൻ സാഹിബ് 50 രൂപയോ അതിൽ കുറവോ ഹുസൂറിൽ നിന്ന് ചോദിച്ചു.
ഹുസൂർ ഉടൻ തന്നെ ഹാഫിസ് ഹാമിദ് അലിയുടെ കൈവശം അത് അയച്ചു കൊടുത്തു. ഹസരത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഡോക്ടർ മീർ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നോട് പറഞ്ഞു, അബ്ദുൽ മുഹി സാഹിബ് അറബിയാണ് അദ്ദേഹം. ഒരു ദിവസം ഹദരത്ത് ഖലീഫ അവലിന്റെ കാലത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു, മസീഹ് ഇസ്ലാമിന്റെ ഔദാര്യത്തെക്കുറിച്ച് എന്തു പറയാനാണ്? അതായത് മസീഹ് ഇസ്ലാമിന്റെ ഔദാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ കാലത്ത് എനിക്ക് ഒരിക്കലും ഒന്നിനും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. എന്താവശ്യമുണ്ടെങ്കിലും മടി കൂടാതെ ഞാൻ ചോദിക്കുമായിരുന്നു. എൻ്റെ ആവശ്യത്തെക്കാൾ കൂടുതൽ ഹുസൂർ നൽകുമായിരുന്നു. അത് ചോദിക്കാതെ നൽകിക്കൊണ്ടിരുന്നു. ഹുസൂർ വഫാത്തായപ്പോൾ ഹദരത്ത് ഖലീഫ അവൽ വളരെ ഉദാരനാണെന്ന് പ്രശസ്തനായിരുന്നിട്ടും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ അദ്ദേഹത്തിന് പൂർണ്ണമായും സാധിച്ചില്ല. അവസാന പ്രയാസം കാരണം ഞാൻ അദ്ദേഹത്തിന് എഴുതി, താങ്കൾ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ ഖലീഫയെ, എന്നാൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ താങ്കൾ അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് പിന്തുടർന്നില്ല, അദ്ദേഹത്തിന്റെ അനുയായിയായില്ല. ഹുസൂർ അലി ഇസ്ലാം എന്നോട് ഇത്തരത്തിൽ പെരുമാറിയെന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഹദരത്ത് ഖലീഫ അവൽ എന്നെ സഹായിച്ചു. എന്നാൽ അദ്ദേഹം പറയുന്നു, അള്ളാഹുവാണ്, ഹദരത്ത് സാഹിബ് എവിടെ, ഇദ്ദേഹം എവിടെ? അദ്ദേഹത്തിന് മുന്നിൽ ഇദ്ദേഹം ഒന്നുമല്ല. ഒരിക്കൽ ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ വീട്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ കുറച്ച് അരി മോഷ്ടിച്ചു. ആളുകൾ കണ്ടു, ബഹളം വെക്കാൻ തുടങ്ങി. ഹദരത്ത് മസീഹ് ഇസ്ലാം ആ സമയം തൻ്റെ മുറിയിൽ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ബഹളം കേട്ട് പുറത്തിറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ഒരു പാവപ്പെട്ട മുഷ്ഞ്ഞ വസ്ത്രധാരിയായ സ്ത്രീ നിൽക്കുന്നു. അവളുടെ കയ്യിൽ കുറച്ച് അരിയുടെ ഒരു കെട്ടുണ്ട്. ഹദരത്ത് മസീഹ് ഇസ്ലാമിന് സംഭവം മനസ്സിലായി. ആ പാവപ്പെട്ട സ്ത്രീയുടെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സറിഞ്ഞു. അവിടുന്ന് പറഞ്ഞു, ഇവൾ വിശന്നവളും ദരിദ്രയുമാണെന്ന് തോന്നുന്നു. അവൾക്ക് കുറച്ച് അരി കൂടി നൽകുക, ഇനിയും നൽകുക. അള്ളാഹുവിൻ്റെ സത്താരി ഗുണം, അള്ളാഹുവിൻ്റെ മറച്ചു വെക്കുന്ന ഗുണം സ്വീകരിക്കുക. അതായത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ സംഭവം വിവരിച്ചുകൊണ്ട് എഴുതുന്നു, ഈ സംഭവത്തിൽ ധൃതപ്രഗതർ ഇങ്ങനെ പറയാം, ഇത് മോഷണത്തിനുള്ള പ്രോത്സാഹനമാണ്, അല്ലെങ്കിൽ ഒരു കള്ളിയെ അവിടുന്ന് ധൈര്യപ്പെടുത്തുകയാണ്. എന്നാൽ അറിവുള്ളവർ മനസ്സിലാക്കുന്നു, ആ അരി ഹദരത്ത് മസീഹ് ഇസ്ലാമിന്റെ സ്വന്തമായിരുന്നു. അതെടുത്ത സ്ത്രീ വിശപ്പ് കൊണ്ട് മരിക്കാറായ ഒരു ദരിദ്ര സ്ത്രീയായിരുന്നു. അതിനാൽ ഇത് മോഷണത്തെ സഹായിക്കലല്ല, മറിച്ച് യഥാർത്ഥത്തിൽ അനാഥർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള സേവനമാണ്. ഹദീസുകളിൽ നിന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സാഹചര്യങ്ങളിൽ മോഷണം നടത്തുന്നവൻ വളരെ പാവപ്പെട്ടവനും തീവ്രമായ വിശപ്പുള്ളവനുമാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ എന്തെങ്കിലും എടുത്താൽ അവനെ ഒരിക്കലും കള്ളനായി കണക്കാക്കിയിരുന്നില്ല, മറിച്ച് കണ്ണടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതാണ് മസീഹ് ഇസ്ലാം തൻ്റെ യജമാന പ്രഭുവിനെ പൂർണ്ണമായി പിന്തുടർന്ന മാതൃക. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ അബ്ദിക്കൽ മസീഹിൽ മൗഊദ് വബാരിക് വസല്ലം. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.